കുട്ടികളെ നമ്മൾ നന്നായി സ്നേഹിക്കണം, ഒരു പരിധിയില്ലാതെ സ്നേഹിക്കണം, ഉപാധികളില്ലാതെ സ്നേഹിക്കണം. ഇതൊക്കെ എപ്പോഴും ഞാൻ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം മാൻ ഒരു സോഷ്യൽ ആനിമലാണ്, അവനൊരു സൊസൈറ്റിയിലാണ് ജീവിക്കേണ്ടത്. മാത്രമല്ല നമ്മളും പ്രായമായി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ പ്രായം മുതലേ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചില മാനുഷികമായ ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ചില തെറ്റുകൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ ഒരിക്കലും അവർക്ക് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടോളറേറ്റ് ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളെ ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു കണ്ടീഷൻ വേണ്ട, കുട്ടികൾക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുക്കാം. വളരെ ക്രൂരമായൊരു ലോകത്താണ് ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിംഗ് ആണെങ്കിൽ പോലും ഒരുപാട് ഭാരം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീട് കൂടുതൽ സൗഹൃദപ്രദവും അതുപോലെ തന്നെ വളരെ കരുണയുള്ളതും ഒക്കെ ആവുന്നത് വളരെ ആവശ്യം തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും കുട്ടികളെ ഒരു ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ മര്യാദകളില്ലാത്ത സ്വഭാവം വീട്ടിൽ ചെറിയ പ്രായം മുതലേ നമ്മൾ അലോ ചെയ്യരുത്. കാരണം മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവർ തലയിൽ കയറി നിരങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയാൽ വലിയ അപകടമാണ്. ഇപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം സാധിച്ചു കൊടുത്ത്, എല്ലാ നിർബന്ധങ്ങളും സാധിച്ചു കൊടുത്ത്, ഒരു കൺട്രോളും ഇല്ലാതെ, ഒരു പരിധിയുമില്ലാതെ വളർത്തുക, അത് വളരെ കുഴപ്പങ്ങളുണ്ടാക്കും. വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയാണ് വളർത്തുന്നതെന്നൊക്കെ ഇവിടെ ആരൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് ബൗണ്ടറീസ് നിശ്ചയിച്ച് തന്നെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുട്ടികൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നൊക്കെ ചെറിയ പ്രായത്തിലെ അവരെ നന്നായിട്ട് ഓറിയൻറ്റ് ചെയ്താണ് എല്ലാ വലിയ രാജ്യങ്ങളിലും കുട്ടികളെ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവർ പ്രായമാകുമ്പോൾ അവർ വളരെ ബഹുമാനമുള്ള, റെസ്പെക്റ്റുള്ള കുട്ടികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ മര്യാദകൾ പഠിപ്പിക്കണം. ആ മര്യാദകൾ ഓരോരുത്തരുടെയും സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ മര്യാദകളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. എങ്കിൽ പോലും ജനറലായിട്ട് നമുക്ക് ഒരു കുട്ടി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിന് ബേസിക്കായിട്ടുള്ള കുറേ മര്യാദകളൊക്കെ ആവശ്യമാണ്. പിന്നെ മാതാപിതാക്കൾ ആ മര്യാദകളൊക്കെ കാണിച്ചാലേ കുട്ടികൾക്കതൊക്കെ മനസ്സിലാവുകയുള്ളൂ. പിന്നെ നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പ്രധാനമായിട്ടും ഉറപ്പുവരുത്തിയാൽ ഒത്തിരി നന്നായിരിക്കും. അപ്പോൾ എന്തായാലും അത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മനോഭാവം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ കാര്യത്തോടും അവരുടെ മനോഭാവം എങ്ങനെയാണ്. വളരെ മീനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന കുട്ടികളുണ്ട്, വളരെ ദേഷ്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന കുട്ടികളുണ്ട്, ഒട്ടും തന്നെ ഗ്രേറ്റ്ഫുൾ അല്ലാത്ത കുട്ടികളുണ്ട്. ഇതൊക്കെ ചെറിയ പ്രായത്തിലേ തിരുത്തണം. കാരണം നമ്മൾ എല്ലാം അവർക്ക് കൊടുക്കുന്നു, നമ്മളതെല്ലാം ചെയ്യുന്നു, അതെല്ലാം അൺകണ്ടീഷണലാണ് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു വാല്യൂവും അതിനൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്ഫുൾനെസ്സും ഒക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അങ്ങനെ അവർ വളർന്നു വന്നെങ്കിൽ മാത്രമേ അവർ നാളെ വളർന്ന് വലുതാകുമ്പോൾ അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കത്തുള്ളൂ, അവർ താങ്ക്ഫുൾ ആയിരിക്കത്തുള്ളൂ. എല്ലാം അങ്ങ് ഗ്രാൻഡഡായിട്ട് എടുക്കാൻ കുട്ടികളെ അനുവദിക്കരുത്. എല്ലാം അവർക്ക് കിട്ടാനുള്ളതാണ്, എല്ലാം അവരുടെ അവകാശമാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ചില മര്യാദകളൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് കുട്ടികൾ ചെറിയ പ്രായം മുതലേ മനസ്സിലാക്കി വളരാൻ അവരെ സഹായിക്കണം. കള്ളം പറയാൻ അനുവദിക്കരുത്, കള്ളം പറയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കരുത്. കുട്ടികളിപ്പോൾ പൊതുവേ കള്ളം പറയുന്നത് അവരുടെ മേൽ അമിതമായ സമ്മർദ്ദം വരുന്നത് കൊണ്ടാണ്. ഞാൻ കള്ളം പറയുന്ന കുട്ടികളെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില മാനസികാവസ്ഥയിലുള്ള കുട്ടികൾ, ചില ഇമോഷണൽ അവസ്ഥയിലൊക്കെയുള്ള കുട്ടികൾ കള്ളം കൂടുതലായിട്ട് പറഞ്ഞു എന്നൊക്കെ ഇരിക്കും. പക്ഷേ പൊതുവേ കുട്ടികൾ കള്ളം പറയുന്നത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാതിരിക്കുക. അവർക്കുള്ള സത്യം വന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുക. അത് കുട്ടികളെ കൂടുതൽ സത്യം പറയാൻ പ്രേരിപ്പിക്കും. അപ്പോൾ സത്യം പറയാൻ അവരെ എൻകറേജ് ചെയ്യും. കള്ളം പറഞ്ഞാൽ അതിനെ ഡിസ്കറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ചെറിയ പ്രായം മുതലേ വളരെ ആവശ്യമാണ്. അതുപോലെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അവരുടെ ടീച്ചേഴ്സ്, സ്കൂള്, അവരുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ആയാലും എല്ലാവരെയും, ചെറിയവരെ വലിയവരെന്നുള്ള വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. അപ്പനെയും അമ്മയും റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനമാണ് അവർ മറ്റുള്ളവരോട് സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഒരിക്കലും ഒരു ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ എൻകറേജ് ചെയ്യരുത്. സ്കൂളിലൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെയൊക്കെ പേരൻസ് എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കുറ്റം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട്
മാതാപിതാക്കൾ അവരെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ ആ ആശയങ്ങൾ രൂപപ്പെടുന്നത്. ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് മാതാപിതാക്കൾ സംസാരിക്കാൻ. സ്കൂളിനെ പറ്റി വളരെ റെസ്പെക്റ്റോടെ സംസാരിക്കണം. റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് സ്കൂളും ഉള്ളിടത്ത് നിങ്ങളുടെ കുട്ടികളെ വിട്ടാൽ മതി. പക്ഷേ റെസ്പെക്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടിക്ക് മനസ്സിലാണ് ഇതൊക്കെ ബഹുമാനിക്കേണ്ട. നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ നന്നായിട്ട് ബഹുമാനിക്കാമെങ്കിൽ കുട്ടികളും നന്നായിട്ട് ബഹുമാനിക്കും. മുതിർന്നവരെ നമ്മളെങ്ങനെ ബഹുമാനിക്കുന്നുണ്ട്, വീട്ടിലെ മുതിർന്നവരെയൊക്കെ നിങ്ങളെങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളെക്കാളും മുതിർന്നവരെ നിങ്ങളെങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, നിങ്ങളുടെ അയൽക്കാരെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്, ഇതൊക്കെ കുട്ടികൾ ചെറിയ പ്രായം മുതലേ കണ്ടു വളരുകയാണ്. അപ്പം നല്ല ബഹുമാനം ഉള്ള അല്ലെങ്കിൽ കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ മോഡൽ ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരുപാട് കിട്ടും, ഒരു സംശയമില്ല. അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ തിരിച്ചാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ ഒത്തിരി സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. അവരെല്ലാവരോടും റെസ്പെക്റ്റോടെ പെരുമാറുന്നു. പിന്നെ ഒരു സോറി പറയാനും താങ്ക് യു പറയാനും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് പഠിപ്പിക്കണം. പല വീടുകളിലും ഒരു സോറി പറയാൻ മുതിർന്നവർക്ക് വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, മാതാപിതാക്കൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് മാതാപിതാക്കൾ അംഗീകരിക്കണം. ചെറിയ പ്രായം മുതലേ സോറി പറയുന്നതൊക്കെ ഒരു വലിയ ക്വാളിറ്റിയാണ്, അതൊക്കെ ഒരു ഡിഗ്നിറ്റിയാണ്, അതൊക്കെ ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ് എന്നൊക്കെ തന്നെ കുട്ടികൾ കണ്ടു വളരട്ടെ. ഒരു പ്രശ്നമില്ല, ഒരു തെറ്റ് വരാത്ത ഒരു മനുഷ്യരുമില്ല. പക്ഷെ ആ തെറ്റിൽ കിടന്ന് ഉരുളുക അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ് റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യുക, ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുക. ഇതൊക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ ടോളറേറ്റ് ചെയ്യരുത്. ഒരു പ്രശ്നം കുട്ടികൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളൊരു തെറ്റ് ചെയ്താൽ, കുട്ടികൾക്കൊരു കുറവ് വന്നാൽ, വീഴ്ച വന്നാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കണം. എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തായിരുന്നു വീഴ്ച എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തമാക്കണം. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. പല കുട്ടികളും ഈ ബ്ലെയിം ഗെയിമാണ്. ഇത് കൊച്ചിലേ ടോളറേറ്റ് ചെയ്താൽ വളർന്നു വരുമ്പോൾ അവർ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യത്തില്ല. അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഓൺ ചെയ്യണം. അവരുടെ ജീവിതം, അവരുടെ കരിയർ, അവരുടെ ലൈഫ് ഒക്കെ അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അത് ചെറിയ പ്രായം മുതലേ അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ ലേസി ആയിട്ടിരിക്കുക, എല്ലാം മാറ്റി വയ്ക്കുന്ന ഒക്കെ സ്വഭാവങ്ങളുണ്ട്. ചെറിയ പ്രായത്തിലേ അത് കറക്റ്റ് ചെയ്യണം. കാരണം ലേസി ആയിട്ടിരിക്കാൻ ആർക്കും അവകാശമില്ല. നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. അബ്ദുൽ കലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്മോൾ എയിം ഈസ് എ ക്രൈം. കാരണം നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു ക്രൈമാണ്. കൊച്ചു കുട്ടികളെ ഒന്നും ചെയ്യിക്കാതെ, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നും ചെയ്യിക്കാതെ അവരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് അവസാനം ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾക്കൊന്നും നമ്മൾ അവരെ സഹായിക്കരുത്. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതെല്ലാം ചെയ്യിക്കുക, അവരെ റെസ്പോൺസിബിൾ ആക്കുക, അവരെ ജോലി ചെയ്യാനും പിന്നെ പ്രാപ്തി നേടാനും ഒക്കെ സഹായിക്കുക. അപ്പോൾ ലേസി ആക്കി മാറ്റിയാൽ പിന്നീട് അവരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യിക്കാനായിട്ട് പറ്റില്ല. ഈ ബാല്യത്തിൽ ലേസി ആയി പോയാൽ പിന്നെ ടീനേജിൽ അതിൻ്റെ ഇരട്ടി ലേസി ആയിരിക്കും. അതുപോലെ 24 മണിക്കൂർ ഇങ്ങനെ പഠിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ആ പഠിത്തം ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക. ഓരോന്നിനും ഓരോ സമയമുണ്ട്. വീട്ടിൽ ഹെൽപ്പ് ചെയ്യേണ്ട സമയത്ത് വീട്ടിലെ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ഉത്തരവാദിത്തം അവരെ കൂടുതൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് പോയി. അതുപോലെ ചെറിയ പ്രായം മുതലേ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് ഇമോഷൻസൊക്കെ ഉണ്ട്. ആ വരുന്ന ഇമോഷൻസ് എല്ലാം അങ്ങനെ അങ്ങ് കാണിക്കുന്നതല്ല ലൈഫ് എന്ന് പറയുന്നത്. അതൊരു മൃഗത്തിൻ്റെ അവസ്ഥയാണ്. കാരണം അതിന് പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, നമുക്ക് ചെറു ദേഷ്യമൊക്കെ വന്നേക്കാം എന്നും പറഞ്ഞ് നമ്മൾ അതിനൊരു റേജ് ഒന്നും കാണിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആവശ്യത്തിന് എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കാണിക്കാൻ. ഏത് വികാരമാണെങ്കിലും, അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് അതിനെ ഡീസൻ്റായിട്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കമായിട്ട് അതിനെ കൊണ്ടുവരാൻ കുട്ടികളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. അതിപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, പല കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴൊക്കെ അവരുടെ ഒരു ഇമോഷൻ സ്റ്റേറ്റൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അവരെ ഹെൽപ്പ് ചെയ്യണം നല്ല ഒരു സെൽഫ് കൺട്രോളിലേക്ക് വരാനായിട്ട്. അമിതമായ വിഷമവും അമിതമായ സന്തോഷവും
അമിതമായ ദേഷ്യവുമൊക്കെ നാളെ അവർക്ക് ദോഷം ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു സെൽഫ് കൺട്രോളൊക്കെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. സത്യം പറയാനും സത്യത്തിൽ നിലനിൽക്കാനും പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. വളരെ റെസ്പെക്റ്റോടുകൂടി ഇടപെടാൻ പഠിപ്പിക്കുക. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിപ്പിക്കുക. വളരെ ഊർജ്ജസ്വലമായി ജീവിക്കാൻ പഠിപ്പിക്കുക. എല്ലാവരോടും മാന്യത പുലർത്താനുള്ള വലിയ ഉത്തരവാദിത്വം അവരെ തന്നെ ഏൽപ്പിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണ്. നമുക്ക് പണം ഉണ്ടെന്നും പറഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് കുറേ അസറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞോ ഒന്നും കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കില്ല. കുട്ടികൾ വിജയിക്കുന്നത് അവരുടെ റിഫ്ലക്ഷൻസ് പോസിറ്റീവ് ആകുമ്പോഴും അവർ യൂസ്ഫുൾ ആകുമ്പോഴും അവർ ഡിപ്പെൻഡബിൾ ആകുമ്പോഴും അവർ ക്വാളിറ്റി ഉള്ളവരാകുമ്പോഴും ഒക്കെയാണ്. അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ചെറിയ പ്രായത്തിൽ അത് ശ്രദ്ധിച്ചാൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. ചെറിയ പ്രായത്തിലെ ശീലിപ്പിക്കുക. ചെറിയ പ്രായം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പ്രായമാണ്, വളരെ അബ്സോർബിംഗ് ആണ്. പിന്നെ നമ്മൾ എന്ത് ശീലിപ്പിക്കണമെങ്കിലും മാതാപിതാക്കളും അവർക്ക് ചുറ്റുമുള്ളവരും ഒക്കെ അത് മോഡൽ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നല്ലതെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.